പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യർ മാറിയേക്കാം, സാഹചര്യങ്ങൾ മാറിയേക്കാം, പക്ഷെ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറാ വചനമാണ്. മനുഷ്യർ നമ്മളെ മാറ്റി നിർത്തിയേക്കാം, ഒറ്റപ്പെടുത്തിയേക്കാം, കുറ്റം പറഞ്ഞേക്കാം, പലരും നമ്മളെ നോക്കി പരിഹസിച്ചേക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങൾക്കിടയിലും വചനത്തെ മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല. യേശു നമ്മോട് പറയുന്നതാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചു കൊള്ളുവിൻ, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. വചനത്തിൽ വസിക്കുക എന്നത് നമ്മൾ ഞായറാഴ്ച മാത്രം നമ്മൾ പള്ളിയിൽ പോയി നമ്മൾ കുർബാന കഴിച്ച് അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ കുറച്ചു നേരം ഇരുന്ന് തിരിച്ചു വരുന്നതല്ല. എല്ലാ ദിവസവും അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ വഴികളിൽ നടക്കുക എന്നതാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വഴികളിൽ ഏത് സമയം ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക എന്നത് മാത്രമാണ്. പ്രാർത്ഥനയ്ക്ക് ശക്തി ലഭിക്കുന്നത് വചനത്തിലൂടെയാണ്, വിശ്വാസം വളരുന്നത് വചനത്തിലൂടെയാണ്, തകർന്ന ഹൃദയങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നത് വചനത്തിലൂടെയാണ്. ഇന്ന് നിന്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, യേശുവിൽ നിലനിൽക്കുക. കാരണം വചനത്തിൽ വേരൂന്നിയ ജീവിതം കാറ്റിലും കൊടുങ്കാറ്റിലും തകരുകയില്ല. യേശുവിനോടൊപ്പം നടക്കുന്ന ഓരോ ചുവടുകളും പ്രത്യാശയിലേക്കുള്ള യാത്രയാണ്. അതിനാൽ അവിടുത്തെ വചനത്തെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ അസാധ്യമായതിനെ സാധിപ്പിച്ചു നിനക്ക് തരും. സ്തോത്രം, ഹല്ലേലൂയ. വചനത്തിൽ വസിക്കുന്ന ഹൃദയത്തിന് പ്രാർത്ഥനയിൽ ശക്തി ഉള്ളതാണ്. യേശുവിൽ നിലനിൽക്കുന്ന ജീവിതത്തിന് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കില്ല, നിങ്ങൾക്ക് കിട്ടുമെന്ന്. സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.